Haji Omar Ali Saifuddin Bridge. സിമ്പിൾ പറയുകയാണെങ്കിൽ സോവാസ് ബ്രിഡ്ജ്. എന്താ സോവാസ്, SOAS. ആ പാലത്തിലോട്ട് നമ്മൾ കേറുവാണേ. ഇരുട്ടത്തൊരു വീഡിയോ ഇട്ടിട്ട് ഒന്നും കണ്ടില്ല നമ്മള്. അതിനാൽ നമ്മൾ പോകുന്ന രണ്ടാമത്തെ യാത്രയാണ്. അതെ, രാത്രി നമ്മൾ പോയിട്ട് ഇരുട്ടായി പോയി. നോക്കിയേ, $30 kilometers ആണ് ഓൾ ടുഗെദർ. 27+3, റൈറ്റ്? ആ 27 ഏതാണ്? 27ഉം വെള്ളത്തിലാണ്. 3 കിലോമീറ്റർ മാത്രമാണ് കരയും. കണ്ടോ, സൗത്ത് ചൈന സീയുടെ മുകളിൽ കൂടിയുള്ള ഈ പാൽ. ദേ അവിടെ ഒരു തുരുത്ത് കാണുന്ന, അതിനകത്ത് ആരെങ്കിലും താമസമുണ്ടോ? ഇല്ലേ? നമ്മൾ പാലത്തിന്റെ ഇത് മുഴുവൻ കടലിന്റെ മുകളിൽ കൂടി. നമ്മുടെ ബോംബെയിൽ ഇങ്ങനെ ഒരു പാലം ഉണ്ട് കേട്ടോ. അതിന് ലെങ്ത് ഇത്രയും ഇല്ല. നമ്മൾ ടെമ്പറോങ്ങിലേക്ക് പോവുകയാണ്. ടെമ്പറോങ് എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്. അതിന്റെ അപ്പുറം മലേഷ്യയാണ് അല്ലേ? ആ, അത് കിഴക്ക് പടിഞ്ഞാറൊക്കെ ഏതാ കിടക്കുന്നത്? അങ്ങനെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതിന്റെ എനിക്കറിയില്ല കേട്ടോ. ഇത് ഭാഗത്തുനിന്നുള്ള least populated district in Brunei. വളരെ കുറഞ്ഞ populated district in Brunei. എന്നപ്പോഴാണ് റോഡിൽ കൂടി ഈ പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിൽ പോകാൻ സാധിച്ചത്. അത് വിത്തൗട്ട് വിസ. അതല്ലെങ്കിൽ നമ്മൾ മലേഷ്യൻ ബോർഡർ കടന്നിട്ട് ബ്രൂണൈയിൽ എക്സിറ്റ് ചെയ്യണം. എന്നിട്ട് മലേഷ്യയിൽ കടക്കും. എന്നിട്ട് വീണ്ടും ബ്രൂണൈയിലേക്ക് കടക്കണം. എക്സിറ്റ് അടിച്ചിട്ട് ബ്രൂണൈ കടക്കണം. അതെ, ബോട്ട് വഴിയൊക്കെയാണ് പോയത്. അല്ലെങ്കിൽ മലേഷ്യയിൽ ചെന്നിട്ടെന്ന് പറഞ്ഞാൽ പാസ്പോർട്ടില് സീലടിച്ചിട്ട് വേണം പിന്നെ റീ എൻറ്റർ ചെയ്യാൻ. അത് മാത്രമല്ല, അന്ന് മലേഷ്യൻ വിസ വേണം നമുക്ക്. ഇന്നത് വേണ്ട. എത്ര വർഷം എടുത്തു ഇത് പണിയാൻ? more than 5 years. നല്ല പ്രോജക്റ്റ് അവർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഏറ്റവും വളരെ മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം. രാത്രി വന്നപ്പം വേറൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പം നമ്മളത് പിന്നെ നൈറ്റ് രാത്രിയായിരുന്നു ഡ്രൈവ് ചെയ്ത്. ആ വീഡിയോയില് ഡേ 1 വീഡിയോയിൽ കിടപ്പുണ്ട് കേട്ടോ. ഇതിപ്പോ ഈ പാലം മാത്രമായിട്ട് ഇടാൻ പോവാം. രണ്ട് ഡോംബ് പോലെ കാണുന്നില്ലേ? ദാറ്റ് മേ ബി ദ ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് ദ ബ്രിഡ്ജ് ആണോ? അന്ന് പറഞ്ഞതൊരു ഓർമ്മയുണ്ട് കേട്ടോ. അതിന്റെ അടി വരുമ്പോ ഇനി നമുക്ക് എടുക്കാം കേട്ടോ. കൊറിയൻ കമ്പനി ചെയ്തത് മാത്രമേ കൊറിയൻ കമ്പനിയാണ് ചെയ്തത്. പക്ഷെ ബാക്കി എനിക്കറിയില്ല. ഇത് കണ്ടോ, നമുക്ക് കാണാം ആ ഹൈയസ്റ്റ് പോയിന്റ് കണ്ടോ. ബ്രിഡ്ജ് ഇങ്ങനെ ഒരു കർവായിട്ട് വളർന്നിരിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. എത്ര സൗകര്യമാണ് പബ്ലിക്കിന് കിട്ടിയത്. നന്നായിട്ട് നമുക്ക് കാണാം. വി ആർ റീച്ചിങ് ദ ഹൈയസ്റ്റ് പോയിന്റ്. അതിന്റെ മുകളില് ആ വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ലോഗോയാണോ? അല്ല, ചന്ദ്രന്റെ നക്ഷത്രവും ഒരു പാട്ടുണ്ടല്ലോ. അതിന്റെ അടിയിലോട്ട് നമ്മൾ കയറി. അല്ലല്ല, ഇനിയും പോകാനുണ്ട്. ഇതാ 16.7 കിലോമീറ്റർ ഇനിയുണ്ട് പാലം. റെഡ് പാം അടയ്ക്കയല്ല, അത് റെഡ് പാം ആണ്. അത്
അടയ്ക്കയല്ല, മേ ബി അതിലൊരു കുഞ്ഞടക്ക ഉണ്ടാവുന്നുണ്ട്. അത് ഇവര് ചൂ ചെയ്യുമെന്ന്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ പോലെ മുതൽ കേട്ടോ മുറുക്കാൻ പറ്റില്ല. അടയ്ക്ക നമ്മൾ 10 കിലോമീറ്റർ ഇനിയുണ്ട്. ഇതിപ്പോ കടലിന്റെ മുകളിലാണോ? ഇത് കരയായി കടന്നു തുടങ്ങി. ഇത് മൊത്തം ചതുപ്പായിരുന്നു, കടലിന്റെ ഭാഗമായിട്ട്. ഇനിയിപ്പോ മൊത്തം കടലിലേക്ക് ആയിട്ട് മാറും. കുറച്ച് തുമ്പത്തെ മൊത്തം അത് മുമ്പ് കാടായിരുന്നു. 6 കിലോമീറ്റർ. പുഷ്പങ്ങളൊന്നും വണ്ടി ബ്ലോക്ക് ചെയ്യാൻ, എന്നിട്ട് കുറച്ച് വണ്ടി പറിച്ചിട്ട് അടുത്ത വണ്ടി വിടും. ആ രീതിയിലായിരുന്നു. പിന്നെ രാത്രി 10 മണിക്ക് ക്ലോസ് ചെയ്യും. 10 മണിക്ക് ശേഷം ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കും. ചതുപ്പ് ഇവിടെ കണ്ടല്ലോ, വെള്ളം ഉണ്ടോ എപ്പോഴും പറഞ്ഞ പോലെ. നടക്കാനൊന്നും പറ്റില്ല ഇതിലൂടെ ഒന്നും. നമ്മൾ കാണും മരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഇതിനിടെ മുൻപ് ആ ഭാഗത്തിനിടയിലൊക്കെ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. മണി 5:30 ആയിട്ടുണ്ട്, പക്ഷെ ലൈറ്റ് തെളിഞ്ഞേ. പാലം തീരാണ്. ഓൺലി 900 meter, 800 meter, yes, 700 meter. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലം ലാവാസ്, മലേഷ്യ. 600 meter. ഓക്കെ, അവിടെ ഒരു സ്തൂപം പോലെ നിൽക്കുന്നു. 500 meter, 400 meter. പകല് വന്നുകൊണ്ട് ഇത്ര ഭംഗിയായിട്ട് അതാ ഇങ്ങനെ വൈപ്പർ ഓടാതെ നമ്മുടെ കാറിൻ്റെ ഇതിലൊക്കെ ഇരിക്കാനുണ്ട്. നല്ല രസമുണ്ട്, മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ. ഇതാ നമ്മുടെ പാലം കഴിഞ്ഞു. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഇതിനെ റൗണ്ട് അബൌട്ടിൽ ഓടിയെടുത്തു. ഇതാ നമ്മൾ തിരിച്ചു പോകാൻ പോണു. ജസ്റ്റ് നമ്മൾ ഡേ ലൈറ്റിൽ ഈ പാലം റൈഡ് ഒന്ന് എൻജോയ് ചെയ്യണം. ബ്രൂണൈ ഇതൊക്കെ ഞങ്ങളുടെ ടൂർ ഓർഗനൈസർ ശ്രീ രാജീവ് കൈലാസിൻ്റെ ഐറ്റിനറിയിൽ ഞങ്ങൾക്ക് ആക്കി തന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.